മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് പതിനായിരങ്ങൾ. ഭൌതിക ശരീരം വിലാപയാത്രയായി ജന്മനാടായ ആലപ്പുഴയിലേക്ക്. തൃശൂരിന്റെ സമരബദ്ധങ്ങളിൽ നിന്നും ആവേശമായി വി എസ്. ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിൽ ശ്രദ്ധാലുവായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു വി എസ്. ഗുരുവായൂർ ആനത്താവളത്തിലിടഞ്ഞ ആന മറ്റൊരു ആനയെ കുത്തി, ഇരു കൊമ്പന്മാർക്കും പരിക്ക്. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച യുവാവ് മരിച്ചു. തളിക്കുളം ഹാഷ്മി നഗര സ്വദേശി സാനത്താണ് മരിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വി എസ് അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. പ്രിയ നേതാവിന് തലസ്ഥാന നഗരി വിട നൽകി. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ പതിനായിരങ്ങളാണ് പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഗവർണർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. രാവിലെ 9-ന് ആരംഭിച്ച ദർബാർ ഹാളിലെ പൊതുദർശനം 2-ഓടെയാണ് അവസാനിച്ചത്. ഭൌതിക ശരീരം വിലാപയാത്രയായി ജന്മനാടായ ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. മുദ്രാവാക്യങ്ങളോടെ അകമ്പടിയോടെ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് വി എസിന്റെ മൃതദേഹം ഹാളിന് പുറത്തേക്ക് എത്തിച്ചത്. ഇന്ന് പുലർച്ചെയോടെ വിലാപയാത്ര ആലപ്പുഴയിലെത്തും. വഴിനീളെ ആയിരങ്ങളാണ് ആദരമർപ്പിക്കാനെത്തുന്നത്. നാളെ രാവിലെ 10 മണിയോടെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്തും. തൃശൂരിന്റെ സമരപഥങ്ങളിൽ എന്നും ആവേശമായിരുന്നു വി എസ്. ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിലും അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. വിദ്യാർത്ഥി യുവജന തൊഴിലാളി സമരങ്ങളിൽ ജില്ല ഇളകിമറിയുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ഓടിയെത്തുമായിരുന്നു. 1970-കളിൽ മുക്കാട്ടുകര നെല്ലങ്കര പ്രദേശത്തെ കർഷക തൊഴിലാളി സമരഭൂമിയിൽ വി എസ് എത്തിയതോടെയാണ് സമരം ഒത്തുതീർപ്പായത്. 82-ൽ ഡിവൈഎഫ്ഐയുടെ കളക്ടറേറ്റ് മാർച്ചിന് നേരെ പോലീസ് വെടിവയ്പും ലാത്തിചാർജും നടത്തിയപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ സാന്നിധ്യമാണ് പ്രവർത്തകർക്ക് ആശ്വാസമായത്. 2002-ൽ തൃശൂരിൽ ചെത്തുതൊഴിലാളികൾക്ക് നേരെ പോലീസ് ലാത്തിചാർജ് ഉണ്ടായപ്പോൾ മർദ്ദനമേറ്റവരെ ആശുപത്രിയിലും ജയിലിലും സന്ദർശിച്ച് വി എസ് ലാത്തിചാർജിന്റെ യഥാർത്ഥ ചിത്രം പൊതുസമൂഹത്തെ അറിയിച്ചു. കാർഷിക സർവകലാശാല VC-ക്കെതിരെ നടന്ന സമരത്തിനും ആവേശം പകർന്നത് ഈ ജനനേതാവിന്റെ വാക്കുകൾ തന്നെ. തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം അറിഞ്ഞയുടനെ വി എസ് ആ വീട്ടിലെത്തി. പെൺകുട്ടിയെ പിന്നീട് കണ്ടെത്തി. ജില്ലയിലെ പരിസ്ഥിതി ജനകീയ സമരങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കാണാം. ചൊവ്വൂരിൽ സ്വകാര്യ കമ്പനിയിൽ നിന്നുള്ള ആസിഡ് ഭീഷണിക്കെതിരായ സമരത്തിലും പുത്തൂർ കൈനൂരിലെ പന്നി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യ പ്രശ്നത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിനും വി എസ് കരുത്തേകി. ജില്ലയിലെ വികസന രംഗത്തും ആ ഭരണാധികാരിയുടെ കയ്യൊപ്പ് കാണാം. മായന്നൂർ പാലം യാഥാർത്ഥ്യമാക്കിയതും പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് തുടക്കമിട്ടതുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം.
ഇങ്ങനെ തൃശൂരിന്റെ സമരപഥങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും വികസന രംഗത്തും എന്നും നിരന്തര സാന്നിധ്യമായ നേതാവിനെയാണ് നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് TCV. CPM-ന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ VS അച്യുതാനന്ദന് ഉയർത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. പാർട്ടിക്ക് മീതെ വളർന്നു കഴിഞ്ഞ VS അച്ചടക്ക നടപടികളെ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്നിറങ്ങി വന്ന് CPM രൂപീകരിക്കുന്നത് മുതൽ തുടങ്ങുന്നു ആ ആശയ സമരം. പിന്നീടിങ്ങോട്ട് വജ്രസൂചിയുടെ മൂർച്ചയുള്ള നിലപാടുകളിലൂടെ VS നയിച്ച ഉൾപാർട്ടി സമരങ്ങൾ CPM ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റുയർത്തി. 60കളുടെ അവസാനങ്ങളിലെ നക്സൽ ഭീഷണിക്ക് ശേഷം CPM നേരിട്ട വലിയ ആഭ്യന്തര പ്രശ്നമായിരുന്നു 1980-ലെ ബദൽ രേഖ വിവാദം. മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും സഖ്യം വേണമെന്ന് വാദിച്ച് MP രാഘവനെ പോലെ കരുത്തനായ നേതാവ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയപ്പോൾ സധൈര്യം നേരിടാൻ മുന്നിൽ നിന്നത് VS ആയിരുന്നു. രാഘവനും കൂട്ടരും പുറത്തുപോയി CMP രൂപീകരിച്ചപ്പോഴും പാർട്ടിയെ ഉള്ളുലയാതെ കാത്തതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതല്ല. VS-ന്റെ തെരഞ്ഞെടുപ്പ് ജയവും തോൽവിയുമെല്ലാം CPM വിഭാഗീയതയുടെ ചുവന്ന മഷിയിൽ ചാലിച്ചെഴുതിയ ചരിത്രം തന്നെയാണ്. പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കുകയും VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുമെന്ന ശൈലി തന്നെ കേരള രാഷ്ട്രീയത്തിലുണ്ടായി. 1996-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതിയെങ്കിലും മാരാരിക്കുളത്തെ അപ്രതീക്ഷിത തോൽവി ആ വഴിയടച്ചു. ഒടുവിൽ 2006-ലാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് VS എത്തുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ ഉൾപാർട്ടി പോരാട്ടങ്ങളുടെ ഭൂമികയായിരുന്നു അദ്ദേഹത്തിന്. 1998-ലെ പാലക്കാട് സമ്മേളനത്തിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് CITU വിഭാഗത്തെ നേരിട്ടത്. മലപ്പുറം സമ്മേളനമായപ്പോഴേക്കും പാർട്ടി VS പിണറായി പക്ഷങ്ങളായി കേന്ദ്രീകരിക്കുന്നതും കേരള രാഷ്ട്രീയം കണ്ടു. പിന്നീടിങ്ങോട്ട് VS ഒരു വഴിക്കും പാർട്ടി മറ്റൊരു വഴിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. പരസ്യമായ ഏറ്റുമുട്ടലുകൾ പാർട്ടി അച്ചടക്കത്തിന്റെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചു. 2007-ൽ VS-നെയും പിണറായിയെയും PB-യിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സമരസപ്പെടാത്ത സമരവീര്യവുമായി വീണ്ടും VS പാർട്ടിയെ വെല്ലുവിളിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നിലപാടിനൊപ്പമല്ലെന്ന് പ്രഖ്യാപിച്ച് KK രമയെ സന്ദർശിച്ച VS CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നിറങ്ങിപ്പോയി തന്റെ വഴി വ്യത്യസ്തമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അച്ചടക്ക ലംഘനത്തിന് നിരവധി തവണ പാർട്ടി നടപടി ഏറ്റുവാങ്ങിയെങ്കിലും അതൊന്നും തുടർ പോരാട്ടങ്ങളെ തടഞ്ഞില്ല. ഒടുവിൽ ഒരു നൂറ്റാണ്ടിന്റെ സമര പോരാട്ട ചരിത്രങ്ങളുടെ ചെങ്കനലോർമ്മയായി ആ വിപ്ലവ നക്ഷത്രം വിടവാങ്ങുമ്പോൾ ജനലക്ഷങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവായി കണ്ണും കരളുമായി VS എന്ന രണ്ടക്ഷരം എന്നും ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് TCV. ഭരണാധികാരിയായിരിക്കെ ഏത് വിഷയങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിന്ന് തീരുമാനമെടുത്ത വ്യക്തിയായിരുന്നു VS. താൻ എന്തിനു വേണ്ടി സമരം ചെയ്തുവോ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് 2006-ൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ VS ചെയ്തത്. 2008-ൽ നെൽവയൽ തണ്ണീർത്തട നിയമം കൊണ്ടുവന്നു. നെൽവയൽ നികത്തുന്നതിന് നിയമപരമായി നിരോധിച്ച സമയം 2002-2005 കാലത്താണ് കേരളത്തിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വ്യാപനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. അതിന് നെടുനായകത്വം വഹിച്ചതും VS ആയിരുന്നു. 2006-ൽ അധികാരത്തിൽ വന്നപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വ്യാപനത്തിനു വേണ്ടി ഏറെ കാര്യങ്ങൾ അദ്ദേഹം തുടർന്നും ചെയ്തു. പ്രതിപക്ഷ നേതാവായിരിക്കെ സ്മാർട്ട് സിറ്റിക്കെതിരെ പ്രക്ഷോഭം നടത്തിയ VS മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യം ആ കരാർ പൊളിച്ചെഴുതുകയായിരുന്നു. സംസ്ഥാനത്തിന് ഗുണകരമല്ലാത്ത പല പദ്ധതികൾക്കുമെതിരെ VS ശബ്ദമുയർത്തി. എതിരാളികൾ വികസന വിരോധിയെന്ന മുദ്രകുത്തി. UDF-ന്റെ സൂപ്പർ ഹൈവേ പദ്ധതിക്കെതിരെയും കടുത്ത നിലപാടെടുത്തു. കൊച്ചി മെട്രോ എന്ന സ്വപ്നം VS-ന്റേതു കൂടിയായിരുന്നു. മുഖ്യമന്ത്രിയായപ്പോൾ അതിനുള്ള നീക്കങ്ങളും VS നടത്തി. വികസനവും സുസ്ഥിര വികസനവും എന്താണെന്ന് VS ജനതയെ പഠിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് TCV. അശരണർക്ക് എന്നും അത്താണിയായിരുന്നു, വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് NK അക്ബർ MLA അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ നാൾവഴികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ആവേശവും മാതൃകയുമാണെന്നും MLA പറഞ്ഞു. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. സഖാവ് VS അച്യുതാനന്ദൻ CPIM-ന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ആളുകളിൽ ഒരാളാണ്. 1964-ൽ വലതുപക്ഷ വ്യതിയാനങ്ങൾക്കെതിരായി ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPIM രൂപീകരിക്കാൻ തീരുമാനിച്ച ആളുകളിൽ ഒരാൾ. എവിടെയൊക്കെ നിന്ദിതരും പ്രയാസപ്പെടുന്നവരും
അതുപോലെ തന്നെ ഭരണവർഗങ്ങളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും തെറ്റായ നയങ്ങളുമെല്ലാം നിലനിന്നിരുന്നുവോ അവിടെയെല്ലാം ഓടിയെത്തിയ സഖാവ് VS. സഖാവ് AKജിക്ക് ശേഷം കേരളം കണ്ട സമര നേതൃത്വമായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, തെറ്റായ നയങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ഒരു കോംപ്രമൈസിങ്ങിനും VS സന്നദ്ധമായിരുന്നില്ല. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം നിറഞ്ഞു നിന്ന പുന്നപ്ര വയലാർ സമരനായകൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം എല്ലാമായിരുന്ന സഖാവ് VSന്റെ ജ്വലിക്കുന്ന സ്മരണകളാണ് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്കെല്ലാം ആവേശം നൽകുന്നത്, മാതൃകയാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു, ചെങ്കൊടി താഴ്ത്തുന്നു, ശിരസ്സ് നമിക്കുന്നു. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കുന്നംകുളത്ത് CPM മൗനജാഥ നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, MB പ്രവീൺ, സീതാ രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മായനൂർക്കാർക്ക് ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. ഭാരതപ്പുഴയിൽ മായനൂരിൽ നിന്ന് 1 കിലോമീറ്ററോളം നീളമുള്ള ഭാരതപ്പുഴയുടെ കുറുകെ പാലം നിർമ്മാണം പൂർത്തീകരിച്ചത് VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. ചേലക്കര MLA ആയിരുന്ന K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന പാലം നിർമ്മാണ വേളയിൽ ഓരോ ഘട്ടത്തിലും നിർമ്മാണ പുരോഗതി വേഗത്തിലാക്കുന്നതിൽ VS അച്യുതാനന്ദൻ ഒപ്പം നിന്നു. ഉദ്ഘാടനത്തിന് നേരിട്ടെത്തുകയും ചെയ്തു. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് യുവാവ് മരിച്ചു. തളിക്കുളം ഹാഷ്മി നഗർ ഫതക് പള്ളിയുടെ സമീപം തിരുവാടത്ത് സുരേഷ് മകൻ 21 വയസ്സുള്ള സാനദാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞാണ് അപകടം. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ വലപ്പാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ മറ്റൊരു ആനയെ കുത്തി. 2 കൊമ്പന്മാർക്കും പരിക്കേറ്റു. കൊമ്പൻ വലിയ വിഷ്ണുവാണ് രാവിലെ 9ഓടെ ഇടഞ്ഞത്. മദപ്പാടിൽ തളച്ചിരുന്ന ഗോപികൃഷ്ണനെയാണ് കുത്തിയത്. മദപ്പാടിൽ ആനകൾക്ക് നൽകാനായി പട്ടയുമായി പോകുകയായിരുന്നു കൊമ്പൻ വലിയ വിഷ്ണു. മദപ്പാടിൽ തളച്ചിരുന്ന ഗോപികൃഷ്ണന് സമീപമെത്തിയ വിഷ്ണു പട്ട നിലത്തിട്ട ശേഷം ഗോപികൃഷ്ണനെ കുത്തുകയായിരുന്നു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാപ്പാന്മാർ വിഷ്ണുവിനെ തളച്ചത്. ഏതാനും ദിവസം മുൻപാണ് വിഷ്ണുവിനെ മദപ്പാടിൽ നിന്ന് അഴിച്ചത്. 2 കൊമ്പന്മാർക്കും കൊമ്പിന് സമീപമാണ് പരിക്കേറ്റത്. ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് വലിയ വിഷ്ണു. നേരത്തെ ആനത്താവളത്തിന് മുന്നിലെ ആനപ്രതിമ വിഷ്ണു തകർത്തിരുന്നു. കൊടുങ്ങല്ലൂർ മേത്തലയിലെ കാടുപിടിച്ച പവർലൂം വളപ്പ് ഇനി സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമാകില്ല. ഇനി ഇവിടം കളിക്കളമാണ്. കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിന് സമീപം ഏറെ കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചു. പവർലൂം ഫാക്ടറി വളപ്പ് കളിമൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമാണ് തീരുമാനം. പവർലൂം ഫാക്ടറി ഭൂമി വ്യവസായ വകുപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തോളം ആയിട്ടുണ്ട്. മുൻ കൗൺസിലറും വാർഡ് വികസന സമിതി അംഗങ്ങളും കൂടി നഗരസഭയിലെ കണൽ ജീവനക്കാരും കൂടി വന്ന് അത് വൃത്തിയാക്കി ഒന്നില്ലെങ്കിൽ കളിസ്ഥലങ്ങളാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനോ ആണ് ഈ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 40 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പവർലൂം പിന്നീട് നിന്നു പോവുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് കാട് കയറി ഇവിടെ പരിസരവാസികൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ദയനീയ അവസ്ഥയിൽ കിടക്കുകയാണ്. ഇവിടെ കളിക്കുവാനുള്ളൊരു കളിക്കളം ഉണ്ടാക്കുക, അല്ല എങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാം. 1 ഏക്കർ 4 സെന്റ് സ്ഥലമാണ് ഇതുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച പവർലൂം വ്യവസായ സഹകരണ സംഘത്തിന് കീഴിൽ 1981 പ്രവർത്തനം ആരംഭിച്ച പവർലൂം ഫാക്ടറി പിന്നീട് അടച്ചുപൂട്ടുകയായിരുന്നു. പ്രവർത്തനം നിലച്ച പവർലൂം ഫാക്ടറിയും പരിസരവും കാട് കയറിയതോടെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി. ഈയിടെയായി കുറുനരി, മലമ്പാമ്പ്, കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളും ഇവിടെ വന്നുകൂടിയിരുന്നു. പരിസരവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്ന കാടുപിടിച്ച സ്ഥലം ശുചീകരിച്ചത് ഇവിടുത്തുകാർക്ക് ഏറെ ആശ്വാസകരമായിരിക്കുകയാണ്. ഇവിടെ നിറച്ച് കാട് പിടിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്കാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി കളിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പന്നിയായാലും മുള്ളം പന്നിയായാലും അതുപോലെ തന്നെ പാമ്പുകളായിട്ടും ഒരിക്കലും ഇവിടെ നിന്ന് മലമ്പാമ്പിനെ വരെ പിടിച്ചിട്ടുണ്ട്. അത്രയും ഞങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞ് ഇതൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി വൃത്തിയാക്കി തരുന്നുണ്ട്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് നല്ലൊരു വലിയൊരു ആശ്വാസമാണ്. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥൻ MP വർഗീസിനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ദേഹോപദ്രവമേൽപ്പിച്ച കേസിലാണ് നടപടി. രണ്ടാം പ്രതിയായ പുഴയ്ക്കൽ അമലാനഗർ സ്വദേശി കൃഷ്ണകുമാറിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഒന്നാം പ്രതി പാലയു കറുപ്പം വീട്ടിൽ ഫവാദിനെ നേരത്തെ കോടതി 7 മാസം 15 ദിവസം തടവിന് ശിക്ഷിച്ചിരുന്നു. പഴയന്നൂർ പഞ്ചായത്തിലെ കെയർ ഹോം വിവിധ പ്രശ്നങ്ങളാൽ നാശത്തിന്റെ വക്കിൽ. കല്ലേപ്പാടത്ത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ കെയർ ഹോമിലാണ് വീടുകൾ ചോർന്നൊലിക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഭൂഭവനരഹിതർക്കാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. 2021 ഡിസംബർ 6-നാണ് തുറന്നു നൽകിയത്. ഇപ്പോൾ 30 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 10 വീടുകൾ അടഞ്ഞുകിടക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അത് അതിനിടയ്ക്ക് പഞ്ചായത്തിന് അവിടുന്ന് ആൾക്കാരും വന്നിട്ടില്ല. ഇതുവരെ ഇവിടെ കുറേ വർക്കുകളുണ്ട് ചെയ്യാൻ. ഇങ്ങനെ ഇലക്ട്രിക് ലൈന്, സൈഡ് വെള്ളം പോകാനുള്ള ഇത്, അങ്ങനെയൊക്കെ. ഇതുണ്ട്, ഇലക്ട്രിസിറ്റീൻ്റെ ഇത് മാറ്റാൻ, ഇത് സ്ട്രീറ്റ് ലൈറ്റ് ശരിയാക്കാൻ, അങ്ങനെ കുറേ ഒരാളും തിരിഞ്ഞു നോക്കില്ല. ഇപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഗവൺമെന്റ് നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബലക്ഷയം വന്ന തകർച്ചയുടെ വക്കിലെത്തി. അടച്ചിട്ട വീടുകളുടെ വാതിലുകൾ ചിതലെടുത്തു. കെയർ ഹോമിന്റെ തൊട്ടുമുന്നിലുള്ള KSEBിയുടെ ട്രാൻസ്ഫോമർ കാടുകയറി നിൽക്കുകയാണ്. തങ്ങളുടെ ദുസ്സഹമായ ജീവിതത്തെക്കുറിച്ച് അധികാരികളെ നിരന്തരമായി അറിയിക്കുന്നുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കല്ലേപ്പാടം കെയർ ഹോം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് M കൃഷ്ണകുമാർ ആരോപിച്ചു. ഒരു അപകടം വരുന്നതിന് മുമ്പ് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നോക്കാനോ ഉള്ള ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ഇതുവരെ വന്നിട്ടില്ല. MP രാജേഷിനും യുവർ പ്രദീപിനും അടക്കം നമ്മൾ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് ഓൺലൈനിലായിട്ട്. ഇന്നവരെ അന്വേഷിക്കാനോ ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. വെള്ളക്കെട്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാണുന്നത്. 4 പുറം അത്രയും ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഫ്ളാറ്റില് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. ആളില്ലാത്ത വീടുകളിൽ നിന്ന് മീറ്ററുകളും KSEB ഊരിമാറ്റിയിട്ടുണ്ട്. ഹോം കെയർ നിവാസികൾക്ക് ആവശ്യമായ അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഭരണകർത്താക്കളോട് ഇവർക്കുള്ള അഭ്യർത്ഥന. TCV ന്യൂസ്, തിരുവില്ലാമല. ഇനി കർക്കിടക സുഹൃത്തം. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതാണ് കർക്കിടകത്തിലെ സുഖചികിത്സ. ഈ ചികിത്സയ്ക്ക് ഒരു ആയുർവേദ ഡോക്ടറുടെ മാർഗനിർദ്ദേശം ഉണ്ടാകുന്നത് ഉത്തമമാണ്. ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് കർക്കിടകത്തിൽ സുഖചികിത്സ നടത്തുന്നത്. ശരീരത്തിലെ ത്രിദോഷങ്ങളായ വാതം, പിത്തം, കഫം എന്നിവ മഴക്കാലത്ത് അലട്ടുമെന്നതിനാൽ അവയെ പ്രതിരോധിച്ച് ശരീരത്തിനും മനസ്സിനും ഉണർവും പ്രതിരോധശേഷിയും നൽകുന്നുവെന്നതാണ് സുഖചികിത്സ കൊണ്ടുള്ള നേട്ടം. ദഹനശക്തിയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാനുള്ള ഔഷധക്കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി കഴിക്കൽ കർക്കിടകത്തിൽ പ്രധാനമാണ്. പ്രത്യേക ആയുർവേദ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള മസാജ് വാതരോഗങ്ങൾക്ക് ആശ്വാസമേകാനും ശരീരത്തിലെ രക്തപ്രവാഹം സുഗമമാക്കാനും പ്രയോജനപ്പെടുന്നു. ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴി ചികിത്സ, വസ്തി, ധാര തുടങ്ങിയ ചികിത്സകൾ ശരീരത്തിന്റെ ആന്തരിക ശുദ്ധീകരണം സാധ്യമാക്കുന്നു. സാധാരണയായി 7, 14, 21 ദിവസങ്ങളിലായാണ് സുഖചികിത്സ ചെയ്യേണ്ടത്. ഔഷധക്കഞ്ഞി, മരുന്നുകൂട്ടുകൾ എന്നിവയ്ക്ക് പുറമെ പലതിനും പഥ്യം പാലിക്കേണ്ടതും ചികിത്സയുടെ ഭാഗമാണ്. ഉപ്പും മുളകും കുറഞ്ഞ തോതിലുള്ള ഭക്ഷണമാണ് ഈ കാലയളവിൽ അഭികാമ്യം. എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങളും കുടിക്കാൻ ചൂടുള്ള വെള്ളവും ഉൾപ്പെടുന്ന ആഹാരരീതിയും അനിവാര്യമാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യകരമായ സന്തുലിതത്വം നിലനിർത്താൻ ധ്യാനം, യോഗ, പ്രാണായാമം എന്നിവ ശീലമാക്കാം. വാതരോഗങ്ങൾ, പിത്തം,
ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുന്നവർക്ക് ഏറെ ഫലപ്രദമാണ് കർക്കിടക സുഖചികിത്സ. കർക്കിടക വാവുബലി തർപ്പണത്തിനായി തയ്യാറെടുത്ത് തൃശൂർ പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന കർക്കിടക വാവുബലി തർപ്പണത്തിനായി അതിവിപുലമായ സൗകര്യങ്ങളാണ് പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഒരേ സമയം 500-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തോട് ചേർന്ന ഷവറോട് കൂടിയ പ്രത്യേക തർപ്പണക്കടവും സജ്ജമാണ്. ബലിതർപ്പണത്തിനായി എത്തുന്നവരുടെ സൗകര്യാർത്ഥം ക്ഷേത്രം ഹാളിന് പുറമെ ചടങ്ങുകൾക്കായി പ്രത്യേക പന്തലും നിർമ്മിച്ചിട്ടുണ്ട്. നിരവധി കാർമ്മികരുടെ നേതൃത്വത്തിൽ വാവുബലി ദിനത്തിൽ പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ബലിതർപ്പണത്തിന് വരുന്നവർക്ക് ക്ഷേത്രത്തിന് സമീപത്തായി അതിവിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും വാഹന ഡ്രൈവർമാർക്കും മറ്റും പ്രഭാത ഭക്ഷണവും സംഘാടകർ ഒരുക്കും. ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ എന്ന പോലെ ബലിതർപ്പണത്തിനായുള്ള മികച്ച ഒരുക്കങ്ങളും ക്ഷേത്രത്തിലെത്തുന്നവർക്കുള്ള വിപുലമായ സൗകര്യങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് MV രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ബലിതർപ്പണത്തിന് നേരിട്ടെത്തിയും മുൻകൂറായും ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. www.bookseva.com എന്ന വെബ്സൈറ്റിലൂടെയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവുക. തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ഭാഗവത യോഗം ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭാഗവത രസിക സ്മൃതി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 25 മുതൽ ഓഗസ്റ്റ് 3 വരെ തിരുവമ്പാടി ക്ഷേത്രം, കൗസ്തുഭം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് ഭാഗവത സത്രം നടക്കുക. ഭാഗവത സംബന്ധമായ ചർച്ചകൾ, 108 ആചാര്യന്മാരുടെ ഭാഗവത പാരായണം തുടങ്ങിയവ നടക്കും. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ടി.എ. സുന്ദർ മേനോൻ, മിഥുനംപിള്ളി വാസുദേവൻ നമ്പൂതിരി, എസ്. ഹരിശങ്കർ റാന്നി, രാമചന്ദ്രൻ തിരുവമ്പാടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെന്റർ സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി PTA നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. ശനിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ രാവിലെ മുതൽ ഉച്ചവരെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പേരുകൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ഐനപ്പള്ളി, റോബിൻ വാഴപ്പള്ളി, P. ധർമ്മരാജൻ, ജിതിൻ അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച പിതൃസ്മൃതി ദിനാചരണവും പുരസ്കാര സമർപ്പണവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് രുക്മിണി റീജൻസിയിൽ നടക്കുന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ KT. ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, രവി ചങ്കത്ത്, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര റിഫായി ജുമാ മസ്ജിദ് 25ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് പോസ്റ്റർ പ്രകാശനം നടന്നു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 25 പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാപന സംഗമം സെപ്റ്റംബർ 13, 14, 15 തീയതികളായി നടക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇബ്രാഹിം ചിറയിൽ, മഹല്ല് പ്രസിഡന്റ് ഉബൈദ് പൂവക്കാട്ട്, സെക്രട്ടറി ഷബീർ അലി എന്നിവർ അറിയിച്ചു. ചൂണ്ടലിൽ വയോധികയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുഴയ്ക്കൽ ആമ്പക്കാട് സ്വദേശിനി കുര്യാക്കോട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ 63 വയസ്സുള്ള രമണിയാണ് മരിച്ചത്. ചൂണ്ടൽ ചിരപ്പറമ്പിലുള്ള ചേച്ചിയുടെ മകന്റെ വീട്ടിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. വീടിന്റെ 2ാമത്തെ നിലയിൽ ജനൽ കമ്പിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് സൂര്യപ്രഭ ഉദ്ഘാടനം ചെയ്തു. ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ജോസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ KB സുരേഷ്, കൃഷ്ണദാസ് മുരളി എന്നിവരെ ആദരിച്ചു. ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡാഡി തോമസ്, ജെയ്സൺ ആളൂക്കാരൻ, CP ജോയ്, CC റാഫേൽ, ബോസ് വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര TT മാധവൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യുവകലാസാഹിതി സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗം രുക്മിണി വേണുഗോപാൽ, AA ശിവദാസൻ, MK ഷാജി, NK രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കേരളം എന്റെ ജന്മനാട് മലയാളം എന്റെ മാതൃഭാഷ എന്ന കർമ്മ പദ്ധതിക്ക് ഗുരുവായൂരിൽ തുടക്കമായി. റിട്ടയർഡ് ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PI ലാസർ കർമ്മ പദ്ധതി സമർപ്പണം നടത്തി. പ്രധാന അധ്യാപിക ജൂലിയറ്റ് കെ അപ്പുക്കുട്ടൻ, ഷാജു പുതൂർ, MF ജോയ്, തോംസൺ വാഴപ്പള്ളി, ഉഷ എന്നിവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരാസസ് UP സ്കൂളിൽ ചാന്ദ്രദിനം ആഘോഷിച്ചു. ചാന്ദ്രദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹെഡ് മിസ്റ്റർ സിസ്റ്റർ വിനി കുട്ടികളുമായി സംവദിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ സർക്കാർ LP സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായി. പദ്ധതി പ്രകാരം 381 കുട്ടികൾക്കാണ് ഈ വർഷം പ്രഭാത ഭക്ഷണം നൽകുക. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം PK സുകന്യ, കയ്പമംഗലം ഫിഷറീസ് ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പൽ കെ സദക്കത്തുള്ള, സ്കൂൾ പ്രധാന അധ്യാപിക ജ്യോതി ശ്രീവേണി, സീനിയർ അധ്യാപിക ആഷിറ തുടങ്ങിയവർ സംസാരിച്ചു. കുറുമ്പൊന്നും എടുക്കരുത്, ടീച്ചർ പറയണതനുസരിക്കണം. വീട്ടിൽ ചെന്നാലും അച്ഛനമ്മയും പറയണതനുസരിക്കില്ലേ? ഒപ്പം ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പഞ്ചായത്ത്. അക്കിക്കാവ് TMV ഹൈസ്കൂളിലെ 1985-86 വർഷത്തെ SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. പ്രസിഡന്റ് സുരേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സേതു മാധവൻ, ട്രഷറർ ഉമ്മർ, രക്ഷാധികാരികളായ അജയ് ഘോഷ്, ശിവദാസൻ എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ മലയാള വിഭാഗം ഏകദിന കവിതാ ശില്പശാല സംഘടിപ്പിച്ചു. കവി ഡോക്ടർ PB ഋഷികേശൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ അധ്യക്ഷത വഹിച്ചു. രാജൻ നെല്ലായി, ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്കൽ, പ്രിൻസിപ്പൽ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് 10,000. ഭൗതിക ശരീരം വിലാപയാത്രയായി ജന്മനാടായ ആലപ്പുഴയിലേക്ക്. തൃശൂരിന്റെ സമരപഥങ്ങളിൽ എന്നും ആവേശമായി VS. ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിൽ ശ്രദ്ധാലുവായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു VS. ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന മറ്റൊരു ആനയെ കുത്തി, ഇരുകൊമ്പന്മാർക്കും പരിക്ക്. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച യുവാവ് മരിച്ചു. തളിക്കുളം ഹാഷ്മി നഗർ സ്വദേശി സാനന്ദാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.